നീ കളഭമാടുന്ന നേരം ആ പരിമളം നന്ദമെൻ ഹൃദയം. ഹലോ, അപ്പം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞാൽ നമ്മളങ്ങനെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഏട്ടൻ്റെ വീട്, ഏട്ടൻ്റെ ക്ലാസ് എന്നെല്ലാം കാണാൻ പോകും. യെസ്, അതായത് ഇപ്പോഴുള്ള വീട്ടിലേക്കല്ല കേട്ടാ, ഞാൻ എൻ്റെ യെസ് അത് ആ വീടൊന്നും ഇപ്പം ഇല്ല. എന്നാലും ആ വഴിയും എൻ്റെ കൂട്ടുകാരിയും എന്നെ പഠിപ്പിച്ച ടീച്ചറേയും ഒക്കെ ഒന്ന് കാണണമെന്നൊരു പൂതി. അപ്പോൾ പൊന്നിനോട് പറഞ്ഞു, പൊന്നു ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എന്താ ചെയ്യേണ്ടത്? ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൈമിൽ നമുക്ക് വർക്കുള്ള കാരണം പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഒരു ഫ്രണ്ട്സ് എല്ലാവരും ജസ്റ്റ് പോകാമെന്നുള്ള പ്ലാനിലെത്തി. നടക്കുന്ന കുറേ ആൾക്കാർ കാണാണ്ട് എത്ര. അപ്പോൾ എനിക്ക് ആഗ്രഹം പറഞ്ഞപ്പോൾ എൻ്റെ കൊണ്ടാട്ടി ഓക്കെ അപ്പം തന്നെ വന്നിട്ട് വാ പോവാം. എന്തായാലും വർക്കില്ലാത്ത ദിവസം നമുക്ക് ഇവിടെ കൊണ്ടുവച്ച് ഞങ്ങൾ കാശിൻ്റെ അത്രേ ഉള്ളൂ കേട്ടോ. കാശുണ്ടെങ്കിൽ ഞങ്ങൾ പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലൊതുങ്ങി കഞ്ഞിയും പയറും കൂട്ടിയിട്ട് ഞങ്ങളിരിക്കും. അപ്പോൾ ഇപ്പോൾ സമയം 3:30 ആയിട്ടാണ്. അപ്പോൾ അത് പെറ്റൊതുക്കൽ കാത്തു പിന്നെ കാത്തുവിൻ്റെ കളിപ്പാട്ടും കാര്യം. ഇപ്പോൾ അവൾക്ക് കളിക്കുന്ന ഒരു ഇതായ കാരണം അവൾക്ക് അവളുടെ കുറച്ച് ടോയ്സ് ഉണ്ട് അവളുടേതായിട്ട്. അത് അവൾക്ക് എപ്പോഴും കയ്യിൽ കിട്ടും. വേറൊന്നുമല്ല കേട്ടോ, ഒരു മഞ്ഞ പാവക്കുട്ടി, ഒരു ആനക്കുട്ടി, പിന്നെ ഒരു മഞ്ഞ ഈ പി ആവണ ഒരു കുരങ്ങൻ്റെ ഇതും. അത് അവൾക്ക് എന്തായാലും അവൾക്ക് എപ്പോഴും ഇഷ്ടമുള്ള സാധനം കേട്ടോ. ഒന്നല്ല 2 കിളിക്ക പൊട്ടിച്ചു. മറ്റേ കിളിക്കും പൊട്ടിച്ചു. ആ പിടിയുള്ള കിളിക്കില്ലേ, കാപ്പി കളർ മരത്തിൻ്റെ പോലെ, അതും പൊട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. അവൾക്ക് കിളിക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടമാക്കി. അവളുടെ മേത്തടിച്ചിട്ട് തന്നെ അവൾ പൊട്ടിക്കുക, അല്ലെങ്കിൽ എൻ്റെ നെഞ്ചത്താവൂട്ട. ഇങ്ങനെയാണ് അവൾ പൊട്ടിക്കുക. പക്ഷെ പൊട്ടിക്കാൻ വെച്ച് കഴിഞ്ഞാൽ വേണമെന്ന് വെച്ചിട്ടല്ല, കളിച്ചിട്ട് ഹരം കയറിയിട്ട് ഈ ഒച്ച കേട്ടിട്ട് ഇങ്ങനെ കുലുക്കും അതേപോലെ കുലിക്കുന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾ പോകാനുള്ള ഉദ്ദേശിച്ചത് ഇതായി. ഇതെൻ്റെ പഴയ ഡ്രസ്സാട്ടാ. അപ്പോൾ ഇനി അവിടെ പോയി അയൺ ചെയ്തതിൻ്റെ നമ്മളിനി പോണ വിശേഷവും കാര്യങ്ങളൊക്കെയാണ്. അവിടുത്തെ സ്കൂളും എൻ്റെ കൂട്ടുകാർ കാണിക്കാൻ പറഞ്ഞവരൊക്കെ എടുക്കാട്ടാ. ചായ കുടിക്കാൻ എന്തായാലും നിർത്തും. കാരണം എനിക്ക് ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്. എവിടെ ഒരു നല്ല ചായക്കട കിട്ടി കഴിഞ്ഞാൽ സ്പോട്ടിൽ ഞാൻ നിർത്തി ചായ കുടിക്കുന്ന വീഡിയോ ഒക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് പോവാം. അതാണ് സത്യത്തിലുണ്ടായത്. നല്ല വിശപ്പുണ്ട്. അപ്പോൾ 3 ഇതാണുള്ളത്. ഞാൻ കാണിച്ചു തരാട്ടെ എന്തൊക്കെയാണ് എന്നുള്ളത്. അത് വേറെ ഒന്നല്ല, ഞങ്ങളുടെ ഡ്രസ്സ്, പിന്നെ കാർട്ടൂണിൻ്റെ ഫുഡിൻ്റെ ഐറ്റംസ്, പിന്നെ വെള്ളം കുപ്പി, അവളെ കളിപ്പാട്ടം, ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? കാണിച്ചു തരാം ഞാൻ എന്തൊക്കെയുള്ളത്. ഞങ്ങളെ 3 ഡ്രസ്സ്, എൻ്റെ 2 ജോഡി, എൻ്റെ 2 ജോഡി വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു അത്യാവശ്യം മറണ്ടി കാത്തിൻ്റെ കുറേ ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. കാത്തിൻ്റെ ഫുഡ് ഐറ്റംസ്, ഞങ്ങൾക്കുള്ള ചെറിയ ഫുഡ് ഐറ്റംസ്. ഇതിൽ ടിഷ്യൂ, വള്ളം കുപ്പി, പിന്നെ കാത്തിൻ്റെ കളിപ്പാട്ടം. ഇതാണ് മഞ്ഞ പറഞ്ഞ മഞ്ഞ. പിന്നെ എൻ്റെ ആൻഡ് ഇതിലും കാത്തിൻ്റെ പാമ്പേഴ്സും അങ്ങനെ അത്യാവശ്യത്തുള്ളത് നമ്മളെ കാലിൻ്റെ അവിടെ വയ്ക്കാനുള്ള കുറച്ച് ഐറ്റംസ്. എന്തായാലും പോവാം, നേരം കളയണ്ട. കാത്തൂനെടുത്തോ? ഞാൻ ഈ പെട്ടി ഷീറ്റൊന്നും അത് ഞാൻ മടക്കിക്കോളാം. നീ കാത്തൂനെടുക്ക്. ഓക്കെ, കാത്തൂനെ എടുത്തു കേട്ടാ. അവൾ നല്ല വാശിയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുളിപ്പിച്ചു കേട്ടോ. അവളെ ഇടയിൽ എഴുതിച്ചിട്ട് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കെടുത്തിയതാണ്. അതായത് ഇനി എഴുന്നേൽപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ആ പരിപാടികളൊക്കെ വേണം. കുളിപ്പിച്ചെന്താ വെച്ചാൽ നാളെ നമ്മൾ റൂമൊന്നും എടുക്കില്ല, ജസ്റ്റ് എല്ലാവരും കണ്ട് നമ്മൾ റിട്ടേൺ പോരും. അപ്പോൾ കുളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ 3 കുളിച്ച് സെറ്റായിട്ട് പോകണം. അപ്പോൾ ഇന്നെന്ന് പറയാൻ പറ്റില്ല. എന്താണ് നമ്മൾ കറങ്ങാൻ പോണത്? തല അങ്ങോട്ട് അധികം പോകണ്ട. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ കാത്തൂന് വാങ്ങിയ ഷീറ്റ്. കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഷീറ്റ്. കാരണം അവൾ അവളെ അടുത്ത് ഓരോന്ന് കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ പറയും. എലിഫൻറ്റ്, വെഹിക്കിള്, അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുത്തത് ഇപ്പോൾ പഠിക്കുന്ന ഇതല്ലെങ്കിലും അവൾക്ക് മനസ്സിലാക്കിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പോൾ അതിന് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഇത്. പോവാ എഴുന്നേറ്റുണ്ട്. അപ്പോൾ അവളെ ഒന്ന് സെറ്റാക്കിയിട്ട് ബാക്കിയുള്ള വിശേഷവും കാര്യങ്ങളൊക്കെ കാണാം. അല്ലേ നല്ലത്? പോവാ, നടന്നോളൂ. അപ്പോൾ അതാ ഞങ്ങളിപ്പോൾ കുന്നംകുളത്തി. കമ്പിപ്പാൽ
കമ്പിപ്പാലം. കുന്നോളം കഴിഞ്ഞു, ഏകദേശം ആയത് റൂട്ട് തന്നെ എത്തി. ഇപ്പൊ ഒരു 4 കാത്തുമ്മ എഴുന്നേറ്റിട്ടാ. നമ്മളെ കാത്തുമ്മ എവിടുന്ന് എഴുന്നേറ്റുണ്ടാവും? കുന്നോളം ടൗൺ ചൂണ്ടല് നമ്മള് വെള്ളം എടുക്കാൻ വേണ്ടിട്ട് നിക്കുമ്പോഴത്തേക്ക് അവിടെ എഴുന്നേറ്റുണ്ട്. അവിടെ എഴുന്നേറ്റിട്ടാ. അവിടെ ഉഷാറായി ഇരുന്നത് കുന്നോളത്തിനോട് ഇട്ടാ. അല്ലാത്ത അപ്പഴത്തുന്തിരിപ്പെണ്ണ കഴിഞ്ഞത് നമ്മള് ക്യാമറയ്ക്ക് നോക്കില്ല കേട്ടോ. കാരണം വണ്ടി ഓടിച്ചോ അല്ല, ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും റോട്ടിക്കാണ്. കാരണം ഈ നേരാണ് കുണ്ടും കുഴികളും കാര്യങ്ങളാണ്. പിന്നെ ഒരു നിയമം വന്നിട്ട് വ്ളോഗേഴ്സും എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യം, യാത്രയിൽ ഡ്രൈവർമാർ വീഡിയോ എടുക്കുകയും അങ്ങനത്തെ എന്തെങ്കിലും വന്നാൽ നടപടി ഉണ്ടാവും. അപ്പോൾ സൂക്ഷിക്കാം. ആ വീഡിയോ എടുത്ത് ഞാൻ എടുക്കണം. നീ ഇങ്ങോട്ട് നോക്കും വേണ്ട, സംസാരിച്ചാൽ മതി. അല്ല പറയാടേ, അത് ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ട്. കാരണം നിയമം വന്നിട്ടും തെറ്റിക്കാൻ മാത്രം നടന്നിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങള് മാക്സിമം നിയമങ്ങള് പാലിക്കുന്ന ആൾക്കാർ. നമുക്ക് അറിയാതെ എന്തെങ്കിലും വന്നു പോകുന്നുള്ളൂ. അറിയണ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പാലിക്കുന്ന ആൾക്കാരാണ്, അല്ലേട്ടാ? തീർച്ചയായിട്ടും. അതിപ്പോ വണ്ടി രഹസ്യമെല്ലാം കറക്റ്റ് അടിച്ചു. അല്ലാത്തോ പറയാനുള്ളവര് എന്ത് ചെയ്താലും പറയും, നല്ല ചെയ്താലും പറയും, പൊട്ട ചെയ്താലും പറയും. ഞങ്ങൾ നല്ല ചെയ്താലും ഒക്കെ പൊട്ടയായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. എന്താണ് നേരത്തെ പരിപാടി? അപ്പൊ അങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ. നമുക്ക് എന്തായാലും ഇനി ഭയങ്കര പരിപാടികളാണ്. ഞങ്ങൾ കാത്തുന്നു വർത്തനം. അങ്ങനെ 6 മണിയാവാറായിട്ടാ. ഇതായിരിക്കും ഞങ്ങൾ ഉറങ്ങിയൊന്നുമില്ല. 6 മണിയാവാറായി. അപ്പൊ ഇതുവരെയ്ക്ക് ഞങ്ങൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ കേട്ട്. അത് വേറെ തന്നെ രസാട്ടാ. കാരണം ചില സമയങ്ങളിൽ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ എല്ലാവരും ഉറങ്ങി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര ബോറടിയാവും. എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ ഇരുന്ന് പൊക്കോളൂ. എത്ര ദൂരം വേണമെങ്കിലും ഞാൻ പോകും. ഞാൻ ഇപ്പോൾ പകലൊക്കെ ഒന്ന് ഉറങ്ങി ഞാൻ സെറ്റാക്കിയിട്ട് ഞാൻ വണ്ടിയിൽ കയറുള്ളൂ. അപ്പോൾ അത്ര ക്ഷീണം വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങുകയും ചെയ്യും. ഞാൻ വണ്ടി പിന്നെ നിർത്തിയിട്ടിട്ട് ഉറങ്ങുകയും ചെയ്യും. ഞാൻ പിന്നെ വണ്ടി എടുക്കില്ല. അപ്പൊ ഇവളിന്ന് എനിക്ക് ഫുള്ള് സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിന്നപ്പോ ഭയങ്കര രസമായിരുന്നു വർത്താനം. അത് ഞാൻ ബാക്കിലുള്ളപ്പോഴേ എനിക്ക് അവനെ കാണുന്നില്ല. അപ്പൊ എനിക്ക് വർത്താനം പറയാൻ പറ്റില്ല. ഫ്രണ്ടിലങ്ങനെ കുറെ നേരം മുഖത്ത് നോക്കി വർത്താനം പറയും, കുറച്ചു നേരം കൈയൊക്കെ പിടിച്ചിട്ട് വർത്താനം പറയും, പാട്ടേക്കും കൈ കൊണ്ടൊക്കെ ഡാൻസ് കളിക്കും. അല്ല അപ്പൊ കൂടെ നിക്കുമ്പോ ഭയങ്കര രസമായിട്ട് വർത്താനം പറഞ്ഞിട്ട്. സ്പീഡ് എന്ന് പറഞ്ഞ സാധനത്തില് നമ്മള് പോയിട്ടില്ല. നല്ല 46-50 കഷ്ടേ കിടക്കുള്ളൂ. എപ്പോഴെങ്കിലും കടന്നത്രേ ഉള്ളൂ. ശരിക്കും അമ്പതിൻ്റെ ഉള്ളിൽ 46, 45, 47 അങ്ങനെ കേട്ടാ. തീരെ സ്പീഡിലല്ല പോണു, അത്രയും മെല്ലെ പോണ. പിന്നെ ഞങ്ങളെ കാണിച്ചുതരാം. അപ്പൊ അതാ അങ്ങനെ കറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലടാ പല്ലേക്കത്താനേ അങ്ങനെ ഒരു വെള്ള കളർ പോലെ വരില്ല, ഡ്രൈ ആവല്ലോ. അങ്ങനെ ഉറങ്ങി നിൽക്കുമ്പോ അല്ലേ ചുണ്ടിന്റെ സൈഡില് മൊത്തം. കോഴിക്കോട് 32 അങ്ങനെ ഒട്ടു. അതാണ് അല്ല വേറെ. അല്ല ഞാൻ ഇങ്ങനെ പറയുന്നില്ലല്ലോ, നീ ഇത് പറയുമ്പോ ഇത് കണ്ട ഞാൻ ചോദിച്ചു മാത്രം. അങ്ങനെ എന്താ നമുക്ക് ചായയൊക്കെ കുടിക്കണം കേട്ടാ. എവിടെന്നെങ്കിലും നിർത്തി ചായ കുടിക്കാൻ വിശക്കുണ്ട് എനിക്ക്. പിന്നെ കൂടുതൽ ഈ ഒട്ടൻ്റെ റേസ് രാത്രി ഫുഡ് കഴിച്ചത്. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചോണ്ടിരിക്കും നമുക്ക് ഇങ്ങനെ ഒട്ടോ കാര്യങ്ങളോ ഇല്ല. നമ്മൾ കുറേ നേരത്തെ ഫുഡ് കഴിക്കാതെ ആകുമ്പോൾ ഒരു ഉറക്കൊക്കെ കഴിഞ്ഞാൽ ഇരുന്നേക്കണ ഒരു ഫീലാണ്. അപ്പൊ അതാണ് ഇവിടെ ആ ലിപ്സ്റ്റിക് കൊണ്ട് ഇടുമ്പോൾ ഈ സൈഡ് മൊത്തം ഒട്ടും. നമുക്ക് ഈ സൈഡിൽ തന്നെ നോക്കാം. നമ്മള് കാത്തുമ്പോ നല്ല ഉറക്കാട്ടോ. അത് കൊറേ നേരം എഴുന്നേറ്റ് കളിച്ചു. അത് കഴിഞ്ഞപ്പോ ഇറങ്ങി കോഴിക്കോട് ഇനി 39 കിലോമീറ്റർ ഉണ്ട്. വേണ്ട പഴംപൊരിക്ക് നിലത്ത് 4 അതാണ് കേട്ടാ. ഇതാണ് വേറൊരു കേസ്. നമ്മൾ എവിടെയെങ്കിലും നിർത്താന്ന് വെക്കുമ്പോ അപ്പൊ അവൾക്ക് ഭംഗി പറ്റില്ല. പറയും പഴംപൊരി നാളത്തെയാണ്, ഇന്നലത്തെയാണ്. ഇന്നലത്തെയാണ്, അതിന് ഭംഗിയില്ല. പഴംപൊരി ഉറങ്ങിയിരിക്കണേ.
രതീഷേന്ന് വിളിക്കാം. മറ്റേ ഇതെന്ത് തെങ്ങ് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കൂപ്പൂത്തിയ പോലെ കളിക്കാൻ വരി അല്ലടേ പിള്ളേർ അങ്ങനെ ഞാനും അപ്പൊ ആ ഒരു ടൈം ആകുമ്പോ അങ്ങനെ തന്നെയായിരുന്നു നേരത്തെ. എന്ത് കൊട്ടാരം ഇതാണ് മക്കളെ കൊട്ടാരം. കൊട്ടാരം എന്ന് പറയുന്നത് ഇതാണ് നല്ല കളറാ പെയിന്റിന്റെ. ആംബുലൻസ് ഉണ്ടല്ലോ ബാക്കിൽ കേറി പോണില്ല മെല്ലെ വരണം പൊക്കോട്ടെ. അയ്യോ അങ്ങനെ ദൈവം സഹിച്ചിരിക്കുന്ന ഉറക്കൊന്നും വേണ്ടി ഇറക്കം വന്നാലും ഞങ്ങളിങ്ങനെ പാട്ട് ഉഷാറായി പാടും. അത് തന്നെ എനർജി കൂട്ടി പാടും തോറും നമ്മളെ ക്ഷീണം മാറും. നല്ല വീടുകളാട്ടോ നോക്കി മതിലൊക്കെ. അടുത്ത കൊട്ടാരം എന്റെ പൊന്നി എന്ത് ഇത്. ഞങ്ങള് വലിയ വീടാണ് ഇങ്ങനെ നോക്കാം. സൂപ്പർ വീട്. മറ്റേത് ഒരു ബിസ്ക്കറ്റ് കളർ ആണെന്നുണ്ടെങ്കിൽ പ്യുവർ വൈറ്റ് കണ്ട. ഇതൊക്കെയാണ് ഒരു ആൾക്കാര് ഈ റോട്ടിൽ നിന്ന് കേറി വരുമ്പോ സൂക്ഷിച്ചും കണ്ടിട്ട് ഇതിപ്പോ നമ്മള് വേണം മെല്ലെ ചവിട്ടി അങ്ങനെ പോവും. എന്ത് പിള്ളേരാണ് ഇമാര് ഓടിക്കുന്നത്. ഒന്ന് ചവിട്ടിയോണ്ട് ഒരു കുഴപ്പമില്ലേ. ഒരു 2 മിനിറ്റേ വേണ്ടുള്ളൂ ഈ ചവിട്ടി ഒന്ന് നോക്കണെങ്കില്. ഈ നോക്കാതെ എടുത്ത് വല്ല ആക്സിഡന്റ് അത് നമ്മളെ ബാധിക്കണേ. അവര് അനുഭവം ഉണ്ടായതാണല്ലോ. ഞങ്ങളിപ്പോ ഇങ്ങനെ യാത്ര വരുമ്പോ നമ്മൾ ആ കഥയൊക്കെ പറഞ്ഞിട്ടാ ഞങ്ങൾ അങ്ങനെയുള്ള പഴയ കഥകള് പറയും. അല്ല അവര് മെല്ലെ തടി വരും. കാരണം ചെറിയ വണ്ടിയല്ല മറ്റേ ഈ കേക്കണൊക്കെ കാറുകാരനാവും. അല്ല ഏത് വണ്ടിയാണോ തട്ടുന്നത് ഇതിപ്പോ നോക്കണില്ല. ആ ചക്കര ഫസ്റ്റത്തെ ഒരു കാക്കയായിരുന്നു പള്ളിയിൽ നിസ്കരിക്കാൻ പോണേ. പക്ഷെ ഇവര് നോക്കാതെ അതായത് പുലർച്ചെ 4 മണി ആ ടൈമിന് അല്ല പെട്ടെന്ന് ഇങ്ങനെ കേറി. ഞാൻ കണ്ടപ്പോ ചവിട്ടി കാരണം അയാള് മെല്ലെ ഇതായി പോയി. മെല്ലെ എല്ലാ സ്പീഡിൽ തന്നെ അതിന് കേറിപ്പോയി. ഞാൻ ചവിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അയാള് നമ്മുടെ കൂടെ ഇരുട്ടിക്ക് എത്തിയാനെ. കാരണം നോക്കണില്ല വണ്ടിയോള്. എന്ത് കണ്ടിട്ടാണ് അറിയണില്ല അല്ല നമ്മള് കാത്തുമ്പോ എന്തായാലും യാത്രയൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോ എഴുന്നേക്കുന്നാണ് തോന്നുന്നത്. പിന്നിലൊരു KSRTC അതിനൊന്നും വിടണല്ലോ. വെറുതെയുള്ളവരൊക്കെ പോട്ടെ നമുക്ക് മെല്ലെ ഗ്യാപ്പ് കിട്ടണേ. അപ്പൊ എന്തായാലും ബാക്കിയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ കാണാട്ടോ. കൈ വാങ്ങിച്ചിറങ്ങാട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയേട്ടാ. അവന്റെ ചായ കുടി കഴിഞ്ഞോ എത്ര പെട്ടെന്ന് എന്തായാലും പല്ല് വെച്ചിട്ടില്ല. ഞങ്ങക്ക് പല്ലേക്കാൻ പറ്റിയില്ല. ഞാൻ പല്ലുമ കമ്പിടണമെന്നൊക്കെ പറഞ്ഞല്ലേ. ഈ മനുഷ്യ വർത്താനം പറഞ്ഞിട്ടൊന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. അത് ഞാൻ വീട്ടില്ല. അത് കണ്ടിട്ട് പോടാം. ചൂടല്ലേ അല്ലെങ്കിൽ ഞുണ്ണുള്ളല്ലേ. പിന്നെ വണ്ടി നിർത്തിട്ട് സംസാരിക്കാൻ പാടും നോക്കാൻ പാടും. അല്ല ബാലൻസ് ഫ്രഷിലായിരുന്നു. നല്ല സ്ഥലമായിട്ട് കിട്ടിയത്. നല്ല കാപ്പിയാ. നല്ല മിഷ്യൻ കാപ്പിയായിരുന്നു. ഫസ്റ്റ് എനിക്കൊന്നും മിഷ്യൻ കാപ്പി ഇഷ്ടമല്ല. ഞങ്ങൾക്ക് മധുരമാണ് ഇഷ്ടം. നീ കാപ്പിനെ കുറിച്ച് എനിക്ക് മിഷ്യൻ കാപ്പി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മള് തൃശ്ശൂർക്കാരനെ ആ ഒരു ഇതില് നല്ല അത്യാവശ്യം പാർക്കിംഗ് അലുവയാണ്. അലുവ വേണോ? എനിക്ക് തീരെ ഇഷ്ടമില്ലാതെ. ആപ്പിൾ എടുക്കോ? ഞാൻ ഇത് കളഞ്ഞിട്ട് ആപ്പിൾ എടുത്തു. വെറുതെ എന്തെങ്കിലും കഴിക്കാലോ. ആത്തുമ്പോ പൂര ഉറക്കാട്ടോ. ആശയത്തൊന്നും അറിയില്ല. ഭയങ്കര ഉറക്കത്തിലാണ്. ചായ കുടിച്ചപ്പോഴൊരു ഉഷാറായി. ആകെ ഒരു വിധമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും മധുരം വന്നപ്പോൾ വീണ്ടും എടുത്താൽ തുടങ്ങി. എന്തൊരു കഷ്ടമാണ്. അല്ല ഇട്ടില്ലെങ്കിൽ ഇതാ പ്രശ്നം. അല്ല ചൂണ്ടില്ല. അല്ലെങ്കിൽ ഇതൊക്കെ തുടച്ചാലും വേറെ ഇട്ടാലാണ് ഒരു ഓക്കെ ആവുള്ളൂ. ഒരു കവർ അതിൽ കവറുണ്ട്. അതന്നെ കത്തി എവിടെയാ? അപ്പൊ എന്തായാലും ഞങ്ങൾ ആപ്പിളൊക്കെ കഴിക്കട്ടെ. ഇത് ബാക്കി ശേഷം കാണാം. പറയാലേട്ടാ അടിപൊളി റോഡാണ് അല്ലേട്ടാ. അതാണ് ഞാൻ നിന്നോട് സംസാരിക്കാൻ പറഞ്ഞു. അടിപൊളി റോഡാണ്. സൂപ്പർ റോഡാണ് കേട്ടാ. ഈ റോഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. സാധാരണ അടിയിൽ കൂടെ പോവാ. അത് ഞങ്ങൾ മോളിൽ കയറി പിടിച്ചു. വഴി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അമ്മാരിക്ക് എടുക്കാച്ച വഴി. ടോളിന്റെ കാണുന്നുണ്ട്. പക്ഷെ
എവിടെ എന്താന്ന് അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴിക്ക്. ഓപ്പൺ ആയിട്ടില്ലേ? അപ്പൊ നോക്കി നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് എങ്ങനെയാന്നൊക്കെ അല്ലേ. ഓക്കെ ബേബി. കാത്തുമ്മ നല്ല ഉറക്കാട്ടോ, എണീറ്റിട്ടില്ല. ഏട്ടാ അപ്പൊ എവിടെ എത്തി? ഈ വഴിയാണ് ഞാൻ നടന്നു പോവുക. എങ്ങോട്ട്? വിട്ട് കഴിഞ്ഞാല് വീട്ടിലേക്ക്. അങ്ങനെ നമ്മുടെ സാറിന്റെ വീടിന്റെ ഇവിടെ ഒരു അടുത്ത്. ഇത് അങ്ങനെ തന്നെയാണ് മാറിയിട്ട്. ഇതാണ് ഇവിടുത്തെ സ്കൂൾ. അതാണോ? ഇതാണ് 1-7 കീഴൂർ സ്കൂൾ. ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. സ്കൂളിലേക്ക് നമുക്ക് വന്നാൽ പിന്നെ വന്നാൽ പോലെ തിരിച്ചു വരുമ്പോൾ വന്നാൽ പോലെ കയറിയപ്പോൾ ഞാൻ വഴി കാണിച്ചു ചേട്ടാ. വഴിയിലേക്ക് കൂടെ പോയിട്ടായിരുന്നു നമ്മുടെ ചേട്ടൻ. ഈ വഴി ഈ വഴി വലിയ വഴിയാ. ഇപ്പൊ ഞാൻ നിനക്ക് അവിടെ നിന്ന് ഒരു വഴി കാണിച്ചു ഒരു ചെറിയ ചെറിയ വഴി. ആ വഴി വന്നെങ്കിൽ ഇവിടെ മാറി കൊറേ പോണ്ട. ക്യാമറ തുടക്കട്ടെ. ഈ കയറ്റത്താണോ നീ വീണത്? അതവിടെ വിമലേച്ചി എന്ന് പറയാറില്ലേ, അന്ന് വിളിച്ചത് ആ വഴിയില. ഏത് ആ വഴിയാ? വണ്ടി പോവോ? ഇതാണോ ഈ കാത്ത നിന്റെ അപ്പാടി ചങ്കനവാടി? പഠിച്ചാകട്ടെ. ഇതാണ് കളിച്ചോണ്ടിരുന്ന ഗ്രൗണ്ടാ. ഇതാണ് നീ പറഞ്ഞ ഗ്രൗണ്ട്. ഇവൻ കഥകൾ പറഞ്ഞിട്ട് നന്നായിട്ട് അറിയാട്ടാ. ഇത് നമ്മുടെ വിന്റേജ് സുഗതാന്റെ വീട്. ഇത് മാഷ വീടാ. ഇതായിരുന്നു ഞങ്ങളുടെ വീട്. ഇതേതു സ്ഥലം ഇതായിരുന്നു സ്ഥലം. ഇതേപോലെ തന്നെയായിരുന്നു സ്റ്റെപ്പ്. ഇങ്ങനെയായിരുന്നു അവിടെ തന്നെയായിരുന്നു വീടുണ്ടായിരുന്നത്. സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഈ സ്ഥലത്തിന് മാറ്റം. ചേട്ടന്റെ കോട്ട. ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, അതിലായിരുന്നു മൂഞ്ഞാലൊക്കെ ഇട്ടത്. അത് സുമിത്തിന്റെ വീട് എറണാകുളത്തുണ്ട് എന്ന് പറഞ്ഞു. അവന്റെ വീട് അതാ. ഇത് കുട്ടന്റെ വീട്. ഞാൻ ചോദിച്ച കുട്ടനെ ആവണം. കുട്ടനെ വിളിക്കാറില്ല, കൊറേ കാലായി. നീ പറഞ്ഞ ഏതൊക്കെയോ പേരുകൾ എനിക്ക് ഓർമ്മയുണ്ട്. പോയി നടന്നിട്ട് വരുന്നുണ്ടോ? ആരും കാണാനൊന്നുമില്ല. നമുക്ക് ആർക്കും എന്നെ അറിയണ്ടാവില്ല. മൂത്രയിക്കാൻ പറ്റിട്ട് ഒന്ന് ആദ്യം ഞാൻ മൂത്രയിച്ചിട്ട് നല്ല മഴയാ. നല്ല മഴയാ, ഒരിഞ്ഞ മഴ. അപ്പൊ വേറെ എവിടെ സ്ഥലം തപ്പും. അപ്പൊ വീട് കണ്ടില്ലേ അന്ന് ഇവിടെ തന്നെയായിരുന്നു മുരിങ്ങി. അതേപോലെ ഇപ്പോഴും ഉണ്ട് അല്ലേ? മുരിങ്ങ ഇപ്പോഴും ഉണ്ട്. ഇത് ഞങ്ങളെ രാഹുല് മുരിങ്ങയില പൊട്ടിച്ചിട്ട് പോയാലോ? അന്നപ്പോഴാണ് അടി കിട്ടാ. ഇവിടെ വന്നിട്ട് അടി വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറയുന്നത് ഭർത്തന്റെ പണ്ടത്തെ സ്ഥലമായിരുന്നു. ഇത് നന്നായിട്ട് മാറിയിട്ടാ. ഈ ഷെഡ് എന്തായിരുന്നു? ഇതൊന്നും ഞങ്ങളുടെ അല്ല, ഇതൊക്കെ ഇവര് കെട്ടിയത്. ഈ ഷെഡൊക്കെ ഈ സ്റ്റെപ്പോ ഫസ്റ്റത്തെ ഇങ്ങനെ തന്നെ ആയിരുന്നു. ഞങ്ങള് കല്ലിന്റെ സ്റ്റെപ്പായിരുന്നു. ഇവിടെ ആരും ഇല്ല. ഈ പറമ്പ് ഇപ്പോഴും ഇങ്ങനെ തന്നെയാ. പണ്ട് ഇങ്ങനെ തന്നെ ആരും ഇല്ലാത്ത. ഇത് സുരേഷ് മാഷ വീടാട്ടാ. ഗേറ്റൊക്കെ വെച്ചിട്ട് ഇവിടെ വെക്കി. എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇത് ഞങ്ങളെ ഗ്രൗണ്ടായിരുന്നു. ഇത് നമ്മുടെ നേരമ്പോക്ക് ഹോട്ടൽ നടത്തുന്ന ആളുടെ വീടായിരുന്നു. അക്ഷയ് എന്തായിരുന്നു പേര്?
മിസ് ചെയ്യണ്ടോ കാലഘട്ടം? ഇതൊക്കെ ഞങ്ങൾ കളിക്കാൻ ഇപ്പൊക്കെ റോഡ് ഇങ്ങനെയൊക്കെ കേട്ടാ. ഞാനൊക്കെ ഉള്ളപ്പോ മണ്ണിട്ട റോഡായിരുന്നു. ചളി പിള്ളി. ഇവിടെ അച്ചൂട്ടുണ്ടായിരുന്നു. അവന് വയ്യാത്തൊരു കുട്ടിയായിരുന്നു പാവം. ഇപ്പൊ ഓക്കെ ഉണ്ട് കേട്ടാ. ഞങ്ങൾ അവനൊക്കെ ആയിട്ടായിരുന്നു. ചേട്ടൻ്റെ അംഗനവാടി. എന്റെ അംഗനവാടിയാളാ ഇത്. വാടകയ്ക്ക് അന്നും ഇന്നും ഇതേപോലെ തന്നെയായിരുന്നു. അതിനൊരു മാറ്റമില്ല. ഈ വഴി കൂടെ നടന്നു, ആ വഴി കൂടെ നടന്നെത്തുക. ഇവിടെ അങ്ങോട്ട് എങ്ങട്ടാ? അപ്പരെ വീട് കാണാൻ വന്നിട്ട് ഒത്തിരി കിടന്നുറങ്ങുക. എന്തൊക്കെ നടന്നും സൈക്കിളിലൊക്കെ പോയി വഴിക്കടാ. ഈ ഇറക്കാണോ വീണത്? ആ ഇറക്കം ഞങ്ങൾ അടിച്ചാൽ ഒരു വളവുണ്ടാവില്ല. ആ വളവിൽ ഇപ്പഴേക്കും പറഞ്ഞിട്ട് ഞാൻ ചാമ്പ്യൻ വീട്ടിൽ വീണ കഥയൊക്കെ പറഞ്ഞു. സൈക്കിളിൽ ടീച്ചറെ വീടാ. എന്നെ സയൻസ് പഠിപ്പിച്ച ബയോളജി പഠിപ്പിച്ച ടീച്ചറുടെ പേര് ഞാൻ മറന്നു കേട്ടോ. സത്യത്തിൽ എല്ലാവരുടെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു. ഈ വീടൊന്നും ഞാൻ ഇതില്ല. ഇതൊക്കെ പുതിയത് വന്നതാണ്. ഇതൊക്കെ പുതിയ അടിപൊളി തിന്നണം. പക്ഷേ വീടോളായിട്ട് ഇവിടെയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കും. ഉള്ളപ്പോ ജാതി എന്താ പറയാ, ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല വീടോട്. ഇവിടുന്ന് പെങ്ങട്ടാണ് പോകുന്നത് ചേട്ടൻ. പാടുണ്ടോ? ഇങ്ങോട്ടൊക്കെ എങ്ങോട്ടാ ഇപ്പൊ ഇതാ ഈ മതിലിന്റെ മുകളിൽ. ഇവിടെ മതിലായിരുന്നു ചെറിയൊരു ഇതില്. അതൊക്കെ ഞാൻ അതിന്റെ മുകളിലായിരുന്നു സൈക്കിൾ വെച്ചിട്ട് ഇപ്പൊക്കെ ഇടിച്ച് അയമിക്കണോ കെട്ടിയത്? യെസ്, അറിയാം. കഥകളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മള് വന്നില്ലേ, നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ, ആ വഴി എത്തി ഇവിടെയാ. നടന്നു വരാനുള്ള ഇതേ ഉള്ളൂ കേട്ടോ. റോഡല്ല, നടന്നു വരിക ഇവിടേക്ക് എത്തുക. ഇവിടെ യുവജന പരിപാടി ഇല്ല. അമ്മ അടിപൊളിയിടയിൽ ഇത് ആളുകളാവും. ഈ പാർട്ടിയുടെ യുവജനം അതിൻ്റെ ഒരു ക്ലബ് ഉണ്ടായിരുന്നു. അപ്പൊ ഓണത്തിന് പരിപാടി ഉണ്ടാവും. ബിസ്ക്കറ്റ് കടി, ചാക്കി കയറിക്കളി, അതിനൊക്കെ. അത് ഈ വഴിയാണോ? അല്ല, ഈ വഴി എത്തുക. ഈ വഴിയിലാണോ നീ പറഞ്ഞ ഐസ്ക്രീം ഡപ്പല്ലേ? ഈ വഴിക്ക് എത്തുക. ബാക്കിയൊന്നും ഞാൻ പറയില്ല, കഥകളൊക്കെ എനിക്കറിയാന്ന്. പേരൊക്കെ ഞാൻ മറന്നു. പിന്നെ കൊറേ വീടുകൾ പുതിയത് വന്നിട്ടുണ്ട്, എനിക്കറിയാത്ത വീടുകൾ. ഞങ്ങളൊരു തോടുണ്ട്, അതിലേക്കാണ് ഞാൻ പോകുന്നത്. അതിപ്പോ ഉണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. കൊറേ വന്നിട്ട് തോട്ടി കളിക്കാൻ പോവാണോ? തോട് എത്തിട്ട് കാണിച്ചറാട്ടാ. അതായിരുന്നു തോട്. തോടെ ഇതാണോ? ഇതിനാണ് തോട് എന്ന് പറയാ. ചാലല്ലേ ഇത്? ഇപ്പൊ ഇങ്ങനെ ആയതാ, ഇതൊന്നും ആയിരുന്നില്ല. നല്ല വലിയ ഇതായിരുന്നു, തോടായിരുന്നു. ഇപ്പൊ ചാലായി മാറി. ചാലായിട്ട് മാറി. ഇവിടെ വഴി കഴിഞ്ഞോ? ഇത് ആരുടെ വീടാന്ന് എനിക്കറിയില്ല. എനിക്ക് ഇത് എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരൻ്റെ എന്തായിരുന്നു അവൻ്റെ പേരൊക്കെ ഞാൻ മറന്നു. ആ വീടാണ് ഈ വീട്. ഇതൊന്നും എനിക്കറിയില്ല. ഇതൊന്നും എനിക്കറിയില്ല. ഇതും അറിയില്ല. ഇത് മടപ്പര ഞങ്ങളുടെ. ഞാൻ പറയാറില്ലേ പോതീനൊക്കെ ഒരു പ്രാവശ്യം നമുക്ക് വന്നത്. സ്റ്റെപ്പാണോ മുകളിന്നാണ് പോതീനെ നോക്കി ഇറക്കുക. അടുത്തന്നെയല്ലേ ഇതൊക്കെ? പറഞ്ഞിട്ട് എനിക്കറിയാം ഏതൊരു മേലിന്ന്. ഇനി അങ്ങോട്ട് ഞാൻ അധികം പോവാറില്ല. നമുക്ക് അവിടെ നിന്ന് കേൾപ്പിക്കാം. ഇവിടെ ആയിരിക്കും പോവാറല്ലോ. ഇത് തന്നെയാണ് മെയിൻ നമ്മുടെ താവളം. ഞങ്ങൾ അടുത്ത സ്കൂള് കാണിച്ചു തരാം. ഹലോ, അപ്പോൾ ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് ഇപ്പോൾ ഒരാളെ കാണാൻ എത്തിയിട്ടാ. വേറെ നല്ല നമ്മുടെ സ്വന്തം എണ്ണി ചേച്ചിനെയാണ്.
അപ്പം ഞാൻ വന്നപ്പോൾ ഇവിടെ എന്താ പരിപാടി എന്നറിയോ? ഇവിടെ ഗംഭീര പരസ്യ ഷൂട്ടാ. ഞാൻ കാണിച്ചു തരാട്ടെ മോഡൽ ആരാ എന്താന്നൊക്കെ ഡീറ്റെയിലും പറഞ്ഞുതരാം. ബോക്സർ ഇട്ടിട്ട് ക്യാമറാമാൻ നിക്കണ നിപ്പോക്ക് മോഡല് ഇതാ നിക്കണു. 10 പൈസ ചെലവില്ലാതെ ഒരാൾക്കും ഞാൻ പൈസ കൊടുക്കില്ല. വെറൈറ്റി സാധനങ്ങൾ പോരട്ടെ. അല്ല ആ പറഞ്ഞത് എന്റെ ഭാര്യ. അപ്പൊ ഏട്ടാ എന്താണ് ഓർമ്മ വേണം. അല്ല ഓർമ്മ വേണം. അതെ, ഇത് നമ്മുടെ ചാനലല്ല. അപ്പൊ നമ്മള് മെല്ലെ ഒരു ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവര് വന്നത്. നമ്മുടെ പാഞ്ചാലിയുടെ ചേച്ചി പാഞ്ചാലി കാണിച്ചത്. അപ്പൊ പാഞ്ചാലി ഡീറ്റെയിൽ പറയും എന്താ സംഭവം എന്നുള്ളത്. പാഞ്ചാലി വസ്ത്ര യൂട്യൂബിൽ പോയാലും ഇൻസ്റ്റാഗ്രാമിൽ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ സാരിയുടെ ബിസിനസ് ആണ്. അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് അടിപൊളി വെറൈറ്റി സാരീസ് ഇപ്പൊ മെരി കൊടുത്തൊക്കെ പോലത്തെ 800 റുപ്പീസ് നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങാൻ പറ്റും. അത് നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. ചോദിച്ചു വാങ്ങിച്ചോട്ടെ, അല്ലെങ്കിൽ നമുക്കിട്ട് കിട്ടും. അപ്പം എല്ലാവർക്കും അടിപൊളി ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. നാളെ അടിപൊളി കിടല സാരീസ് കൊടുക്കും. നമുക്ക് കോട്ടൺ സാരീസ് ഉണ്ട്, നമുക്ക് ഇങ്ങനത്തെ സാരീസ് ഉണ്ട്, സെമി മൊഡാൽ ഉണ്ട്, കാഞ്ചീവരം ഉണ്ട്, പിന്നെ നമ്മള് അതെ ഇത് തുണിക്കടയിലും അതെ ഒരു ബില്ല് തരാം മറ്റേതില്. അതെ പ്രമോഷൻ പോട്ടെ, ഇതൊന്നും വരില്ലല്ലോ. അപ്പൊ പൊന്നൂനും കാത്തൂനും കാണിച്ചരാട്ടാ. അവരിവിടെ ഇരുന്നിട്ട് ഗംഭീര കളിയാണ്. കാത്തൂന് നോക്ക്, ഇതാരുടെ വണ്ടിയാന്ന് വെച്ചിട്ടാ? കാത്തുമ്മ ആത്തോ കാത്തോ പൊന്നോ, ഇനി എന്താ നിന്റെ ഡയലോഗ് പറ പോരട്ടെ. ഞാനേ ഒന്ന് വീഡിയോ എടുത്ത് ഒരു പരസ്യം ഇവര് ഫുൾ ഡീറ്റെയിൽ വെച്ചിട്ട് പരസ്യം നടത്തണത്. ഞാൻ ബില്ലേരെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കിഷ്ടായി. അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടാ. എന്തോ ഒരു ചാഞ്ചാട്ടം. പിന്നെ അപ്പൊ ഇനി പോണ്ടേ? അപ്പോൾ ചേട്ടനെയും ചേച്ചിനെയും കാണാൻ വന്നാട്ടാ. ഞങ്ങൾ ഒന്ന് കറങ്ങി. അപ്പോൾ ചേട്ടൻ്റെയും ചേച്ചിയുടെ വീടിൻ്റെ വഴി കൂടിയാണ് പോകേണ്ടത്. വഴി കൂടെ പോയാൽ നമ്മൾ കയറാതിരിക്കൂ. കയറി നല്ല മഴയായിരുന്നു, പൂര മഴ പറഞ്ഞാൽ അമ്മാതിരി മഴയത്തൂടെയാണ് വന്നത്. അപ്പോൾ നേരെ ഇവിടെ കയറി. ഇനി ഇത് ഇവിടുന്ന് അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിച്ചിട്ട് നേരെ നമുക്ക് തൃശ്ശൂർ പിടിക്കണം അല്ലേ പന്ന? പിന്നെ എന്തൊരു ക്ഷീണാവസ്ഥ, ഒരു നനഞ്ഞ കോഴിയെ പോലെ ഇരിക്കണേ. എന്ത് പറ്റി? ഓക്കെ ആണോ? ഓക്കെ, പവറേഷാണ് കേട്ടോ പൊന്നു. യെസ്, കാത്തൂന് വണ്ടിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവള് വണ്ടി ഹലോ ഇതൊക്കെ കണ്ട കാത്തുമ്മ പോവാണോ? ടാറ്റു അതാണ് മയക്കിയിട്ട് കൊതിപ്പിച്ചിട്ട് കളഞ്ഞാലോ എന്നുള്ളത് അല്ലേ? അല്ലേ പിന്നെ ആ കൊതു കടിച്ചത് ഭയങ്കര ഇതായിട്ടാ അവളെ ഫേസിൽ ഇപ്പോഴും ഉണ്ട്. നീ എന്താ മറ്റേ ആടുതോമയാ ലോറിയുടെ മുകളിൽ കാലിയേറ്റ് വെച്ചിരിക്കണ പോലെ? കാത്തുവാ എന്റെ എന്താണ്? ഓഹോയ് ഓഹോയ്, ഇത് നോക്കി കാലിയേറ്റ് വെച്ചെടുക്കണ നോക്കൊരുത്തി. അതെ പോണ്ടേ? നീ കാറായിട്ട് വരുമോ? അപ്പമ്മയും പോട്ടെ, ഞങ്ങളാറിൽ പോട്ടെ. നീ ഇതിൽ വരിക? ബൈ, ഷീ യു.
വേണ്ടാന്ന്, ബൈ ആ കൈ വേണ്ടാന്ന്, ബൈ. പറ്റില്ലാന്ന്. ഞാനില്ല, നിങ്ങൾ ഈ വീടിന്ന് ഇറങ്ങൊന്ന് കാണട്ടെ. എല്ലാത്തുമ്മാ പൊന്നാ. എന്തായാലും ഒരു വണ്ടി കണ്ട, അവള് എന്റെ വണ്ടിയിൽ ഇരുന്നിട്ട് ഹോൺ അടിക്കുന്ന സ്വഭാവം ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോൺ അടിയില്ല, അടിക്കാൻ പറ്റില്ല. പാട്ടൊക്കെ പോയി. അപ്പോൾ നമ്മൾ ഇനി ഇവിടുത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മളിനി പോണ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ. നാളെ സ്കൂളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, നല്ല മഴയായിരുന്നു. ഒടുക്കത്തെ മഴയായിരുന്നു. എന്താ പറയാ, ഒരു ജീവൻ കിട്ടിയപ്പോ ഞങ്ങൾ റിട്ടേൺ വണ്ടി. തീർച്ചയായിട്ടും കേട്ടോ, കാരണം വണ്ടിയുടെ മുകളിലേക്ക് ആരോ വെള്ളം എടുത്ത് എറിഞ്ഞ് ഇതാക്കണം. പക്ഷെ അത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ഭയങ്കര മഴയും വേഗം തന്നെ ഇതാക്കി. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴും മഴയുടെ ഉള്ളിൽ കൂടെ വെള്ളടിക്കുക, കാലൊക്കെ നനയണം നിലയ്ക്ക്. അതാണ്. അപ്പൊ അവിടുന്ന് ഒരു വട്ടം ഡ്രസ്സൊക്കെ മാറി വന്നു. ഇവിടെ കൂടെ ഭയങ്കര മഴയായിരുന്നു. പണമുണ്ടില്ലാത്ത നടപ്പ. എന്റെ പെണ്ണെ നന്നായി കൂടെ, നന്നായി കൂടെ, നന്നായി കൂടെ ചേച്ചിയെ. എന്താ എന്താ അച്ഛനമ്മ എന്താ പറയുന്നേ? അവിടെ ഈ വണ്ടിയിലെ വരണേ, ഞങ്ങള് കാറിൽ പോവാന്ന്. ഓക്കെ, സൂക്ഷിച്ചു വരണോട്ടാ. ലൈസൻസ് ഒക്കെ ഇല്ലേ? ഇല്ല, എന്റെ ലൈസൻസ് ഉണ്ട്, ഞാൻ തരാം. ഓക്കെ. കൊന്നില്ലേ നിങ്ങൾക്ക്? ഞങ്ങളല്ല, കാത്തുമില്ല ജ്യൂസിന്. കാത്തുമ്മ ഒക്കെ കഴിഞ്ഞാ? അടുത്ത ട്രിപ്പ്, നെക്സ്റ്റ് വല്ല ട്രിപ്പ് പ്ലാനിങ്ങിലുണ്ടോ? പോണ്ടി വരുന്നൊക്കെ തോന്നുന്നു. കാത്തുറങ്ങില്ല, ഞങ്ങൾ നേരെ അടുത്ത ട്രിപ്പിന് പോവും. ഞങ്ങൾ നെക്സ്റ്റ് ഗോവയിൽ പോവും. വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ഓടിക്കൂട്ടാ, കിടന്ന ഞാൻ അങ്ങനെ കിടന്നുറങ്ങും. അപ്പോൾ ഇപ്പോൾ കിടന്ന് സ്പോട്ടിൽ ഉറങ്ങും, കിടന്നില്ലെങ്കിൽ ഇങ്ങനെ പോവും. കിടന്നില്ലെങ്കിൽ ഇങ്ങനെ പോവും. ആദ്യമായിട്ടോ ഞാൻ റൗണ്ടിൽ ഇങ്ങനെ വന്നിട്ട് അല്ലേ? ഞാൻ വന്നിട്ടുണ്ട് ഇപ്പൊ നീയായിട്ട് തല്ലൂടിയിട്ട്. ആ അമ്പലത്തിന്റെ മുന്നില് ലസ്സി കട ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ അവിടുന്ന് ലസ്സി ആ തല്ലുണ്ടാക്കിയ വിഷമത്തിലല്ലേ ലസ്സി കുടിക്കാണ്ട് ഒന്നുമില്ല. വിഷമത്തിൽ വന്നാ അത് കണ്ടപ്പോ ഒരു പൂതി എന്നിട്ട് കുടിച്ചതാ. ഇപ്പൊ എന്തായാലും ഞങ്ങള് ജ്യൂസ് വരട്ടേട്ടാ. എന്താണ് ഡ്രസ്സിന്റെ പൂവിലൊക്കെ എന്താ ചൂടുന്നത്? എന്താണ്? ഒരു മിനിറ്റ് വെച്ചോണ്ട് അതെ ചെറുക്കണ്ട അതെ, ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ. കണ്ട നീയേ? ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്ന? ഇല്ല, ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിലല്ല, ഉണർന്നിരിക്കുന്നു. പക്ഷെ എന്തൊന്നും കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും അത് എന്താണെന്നൊക്കെ നമ്മള് വീടെത്തിയിട്ട് കാണിച്ചാലാട്ടാ, കാരണം കുറച്ച് പറയാനുണ്ട്. എന്നാലാണ് അതിന് പൂർണ്ണത കിട്ടുള്ളൂ. ഇല്ലാതെ നമ്മൾ ഇങ്ങനെ കാണിക്കുക പറയുകയും ചെയ്ത അവള് അവിടെ പാല് പൊട്ടിക്കുന്നുണ്ട്. അതാട്ടെ നോക്കിയോണ്ട് ദൈവമേ കാത്തോണം. കാത്തോ നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട്, ഒരു കുഞ്ഞു ഗിഫ്റ്റ്. നീ കണ്ടിട്ടില്ല, വീടെത്തിയിട്ട് കാണിച്ചു തരാട്ടാ. അപ്പ അമ്മ മഞ്ഞുള്ളത് ഞാൻ തൊപ്പിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. സെറ്റാണ് അല്ലേ പെണ്ണേ? ഇവിടെ എന്റെ ബനിയന്റെ നൂലിന്റെ പിടിച്ചിട്ട് കണ്ണൂരിന്ന് ഇവിടെ വരയ്ക്ക് പാലുടിയായിരുന്നു. പിന്നെ പിടിക്കാതെ ഇരിക്കുവോ? അവിടെ നിന്ന് ഇവിടെ വരെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു, പാല് കുടിക്കുകയും ചെയ്തു. നല്ല കുട്ടിയല്ലേ? കാറിന്റെ അടിയിൽ നിന്ന് എന്തൊക്കെയോ ഒച്ചക്ക് കേട്ടിട്ട് ഞങ്ങള് റോഡിൽ കിടന്നും മറിഞ്ഞൊക്കെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ശബ്ദത്തിൽ കേൾക്കാണോ? ഞാൻ പേടിപ്പിച്ചു. കാരണം ഒരു ഇരുമ്പ് കഷ്ണം അടിക്കണല്ലോ, കട്ടെ. അപ്പോൾ ഇനി വീടെത്തി എന്തായാലും സർവീസായി 30,000 കിലോമീറ്റർ ആയി. 30,100 30 സർവീസ്. ഇനി 13-ാം തീയതി കഴിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ എന്താ പറയുക, നോക്കി നോക്കണം വീടെത്തിയിട്ട്. അടിയിൽ എന്തെങ്കിലും ഊരിപ്പോയിണ്ടാ ഞങ്ങൾക്ക് തോന്നണ വെച്ചാൽ ആ വഴി ഗംഭീര വെള്ളക്കെട്ടായിരുന്നു. എന്തെങ്കിലും കഷ്ണം കുടുങ്ങിയിട്ട് അടിച്ചതാണോ? അപ്പം എന്തായാലും വീടെത്തിയിട്ട് നോക്കണം. പിറ്റേ ദിവസം ചോദിച്ചു നോക്കാം. രാവിലെ കൊണ്ടു കൊടുത്തിട്ട് വൈകിട്ട് അപ്പം ഞങ്ങൾ ജ്യൂസ് കുടിക്കട്ടെ കേട്ടാ.
നമ്മളെ കാത്തൂന്റെ ഗിഫ്റ്റ് ആട്ടാ. ഞങ്ങള് പറഞ്ഞില്ലേ കാത്തുമോൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്, അതാണ് തന്ന നമ്മുടെ ഏട്ടനാണ്, മീത്തേട്ടനാണ്. പക്ഷെ ആ ഏട്ടന്റെ കേസില് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാത്തൂന് ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുത്തത് ഏട്ടൻ തന്നെയാണ്. ഞങ്ങക്ക് 2 ഏട്ടന്മാരെ ഉള്ളത് കേട്ടാ. ഒന്ന് ഞങ്ങളെ മിഥുനേട്ടൻ, പിന്നെ ഉള്ളത് മീത്തേട്ടനാണ്. മീത്തേട്ടനും ചേച്ചിയാണ്. അപ്പം ചേച്ചിയും ചേട്ടൻ തന്നെയായിരുന്നു കാത്തുന്റെ ലൈഫിൽ ഫസ്റ്റ് ഗിഫ്റ്റ്. മീത്തേട്ടൻ തന്നെയാണ് കൊടുത്തത്. പിന്നെ എന്നാടെ പോയിട്ട് അടുത്ത ഉണ്ണിയുടെ വണ്ടിയിൽ നിന്ന് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അപ്പോൾ കാറിൽ തന്നെ അവൾ കളിക്കണ കണ്ടിട്ടില്ലേ, അപ്പോൾ അവൾ വണ്ടിയിൽ നിന്ന് ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ പോണ നേരത്ത് ഞങ്ങൾ അവളെ എടുത്തപ്പോൾ പെട്ടെന്ന് കരഞ്ഞു. അപ്പം മീത്തേട്ട ചോദിച്ചു ഇങ്ങനത്തെ മേടിച്ചിട്ടില്ല ചോദിച്ചു. മേടിക്കണം എന്ന് പറഞ്ഞു. പിന്നെ മീത്തേട്ട ഒരു പൊടിക്ക് സമ്മതിച്ചില്ല. അവിടെ ഉണ്ണീരുണ്ടായിരുന്നു, ഉണ്ണിക്ക് 1 ബർത്ത്ഡേ കിട്ടിയതാ, അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. അത് യൂസ് ചെയ്ത് 1 ബർത്ത്ഡേ കിട്ടി. ഞാൻ യൂസ് ചെയ്ത് മേളിൽ കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു. അത് ഉണ്ണി ഇങ്ങനെ കരയാനുള്ളപ്പോൾ ചേച്ചി ഞാനുമ്പോൾ ഉണ്ണിക്ക് എടുത്തു കൊടുന്നു. ഞങ്ങൾ കുറേ പറഞ്ഞിട്ടോ വേണ്ടാന്ന്, ആൾക്ക് അതിൽ ഇരിക്കാൻ അത് എടുത്തോടത്തേക്ക്. മനസ്സിലായി അവക്ക് ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്രാന്തായി എടുക്കാണ് നമ്മുടെ കാത്തു. ഏട്ടാ ഇരുന്നിട്ട് ഞാൻ അടുത്തേക്ക് കൊടുന്നേരാം. അവിടെ ഇരുന്നോ, നീ ഇരുന്നാല ആളെ പിടിക്കാൻ പറ്റുള്ളൂ. കാത്തുമ്മ കണ്ട അവിടെയും കാര്യം ഇതേപോലെ കയറ്റി വെച്ചിട്ടാണ് അവിടെ ഇരിക്കാറ്. അവിടെ പോയപ്പോ ഞങ്ങള് വരുന്ന വരിക്കളി ഇമ്മന്നെയായിരുന്നു കളി കിട്ടാ. അപ്പൊ ഞങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവൾ കളിക്കണ കണ്ടപ്പോഴേ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവൾക്കൊന്ന് മേടിക്കണം എന്ന്. ചേച്ചി ചേർന്ന ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു. അതായത് ഈ മാറ്റ് വാങ്ങാൻ പോയപ്പോ ഞങ്ങൾ കണ്ടു. അപ്പൊ ഇനി ഉണ്ണിക്ക് ഇരിക്കാൻ പറ്റുമോ എന്നുള്ള കാരണമാണ് കൺഫ്യൂഷനിൽ ഞങ്ങൾ എടുക്കാതിരുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ ഇതിന്റെ മണ്ടയിൽ തന്നെയായിരുന്നു, ഇതിന്റെ കുറച്ച് വലുതില്. ഉണ്ണി കളിക്കണ തന്നെ ഇരുന്ന് കളി ഫുള്ളും. അപ്പോൾ വരുന്ന നേരത്താണ് ഇയാൾ ഇന്ന് എടുത്തതിന് ആൾ ഭയങ്കര കരച്ചിൽ, സങ്കടം വരിക ഇന്ന് എടുത്തതിന്. അപ്പോൾ ചേട്ടനും ചേച്ചും പോയിട്ട് മേളിൽ നിന്ന് ഉണ്ണീരെ എടുത്തോടുന്ന് കൊടുത്തു. ഞങ്ങൾ കുറേ പറഞ്ഞിട്ടോ വേണ്ട വേണ്ടെന്ന്, പക്ഷേ ചേട്ടനും ചേച്ചും സമ്മതിച്ചില്ല. സന്തോഷം അവളുടെ ലൈഫില് ഫസ്റ്റ് ഗിഫ്റ്റ് ഇടുമ്പോ ഏട്ടനോട് ഞാൻ പറഞ്ഞു ഏട്ടാ എന്തെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടനായിട്ട് ഞാൻ ഫസ്റ്റ് പറയാം. പക്ഷെ നമ്മളെ കാത്തൂന് അന്ന് മുതല് ഇന്ന് വരെ ഒന്നിനും ഒരു കുറവില്ല. ആ ഗിഫ്റ്റ് ആയിട്ട് ഏട്ടന്റെ കൈ കൊണ്ട് കൊടുത്തത് അത് അങ്ങനെ തന്നെയായി. ഏട്ടാ ആദ്യം കൊടുത്തട്ടെ ഇത് അതിലാൾ കൊറേ ഇടുന്നുണ്ട്. ഇനിയിപ്പോ എന്തായാലും ഇതുമ്മേ ഇരിക്കുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ല. ഇമ്മൊന്ന് എഴുന്നേറ്റ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടി വരും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി. എങ്ങനത്തെ പോണ വണ്ടിയായിട്ട് അപ്പനെ കൂട്ടാതെ. അതേപോലെ എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. പറഞ്ഞോളൂ. അതേപോലെ എനിക്കത് ഇഷ്ടമാണ് ഈ സാരി. ചേച്ചിയുടെ വീഡിയോസ് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഞാനവിടെ പോയിട്ട് അവിടുത്തെ കളക്ഷൻസ് ഒക്കെ നോക്കി ഇരിക്കുന്നതായിരുന്നു. പിന്നെ ചേട്ടന് ചേച്ചിക്ക് ഈ സാരി വന്നിട്ടാ. ഞാൻ എന്തായാലും വേഗം എവിടെയെങ്കിലും ബ്ലൗസ് അടിച്ചിട്ട് ഇത് എടുക്കണം. നല്ല ഭംഗിയുണ്ട്. ഇത് മുന്താണി, പിന്നെ ബ്ലൗസ് പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ കാണിച്ചു തന്നു. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. പിന്നൊക്കെ ഇത് നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഇതിങ്ങനെ കാണുന്നോട്ടും ഭംഗി അത് എടുത്താലാണ്. അതിന്റെ എന്തായാലും വീഡിയോസും കാര്യമൊക്കെ വരും കേട്ടോ. പിന്നെ നിങ്ങൾക്കും ഇതേപോലെ സാരി വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നല്ല കേട്ടോ ഏട്ടൻ്റെ ഇത് പ്രമോഷനോ കാര്യങ്ങളൊന്നല്ല കേട്ടോ, നമുക്ക് പറയണമെന്ന് മാത്രം. അപ്പൊ ആർക്കെങ്കിലും വേണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാ പേജും നമ്മൾ കൊടുക്കാം കേട്ടോ. അടിപൊളി നല്ല റേറ്റ് കുറവിൽ തന്നെയാണ് അവര് നല്ല കൊടുക്കാനൊക്കെ നല്ല സുഖം. എന്താ പറയാനും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത്ര ഇഷ്ടപ്പെട്ടു. എന്തായാലും എടുത്തിട്ടുള്ള വീഡിയോക്ക് ഞാൻ അധികം എഴുതാതെ തന്നെ വരില്ല. തീർച്ചയായിട്ടും, കാരണം അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അവൾക്ക് ഏട്ടനും ചേച്ചിയും ഗിഫ്റ്റ് കൊടുത്തത് അവളും ഹാപ്പി. ഇപ്പം ഞാൻ മാത്രമാണ് ഒന്നും കിട്ടാതെ. എന്താണ് എന്താണ് അതെന്താ ഇവള് ഏട്ടൻ്റെയും ചേച്ചിയുടെ അടുത്ത് പോവില്ല, പക്ഷെ ചിരിച്ച് മസ്ക് ഇടും. അയ്യോ ഇനി ഇതൊന്നും ഇവിടെ ഇറങ്ങുമോ പൊന്നാ? ഡൗട്ടാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടട്ടാ. അത് ഞങ്ങൾക്ക് തോന്നിണ്ടായിരുന്നു എന്റെ വണ്ടിയുമ്പോ ഇങ്ങനെ കളിക്കണാണ്. ഇപ്പൊ വണ്ടി ഇഷ്ടമാണെന്ന്.
അപ്പൊ ഒരു വണ്ടി കണ്ടുവച്ചിട്ടുണ്ട് എൻ്റെ കുട്ടിച്ച്. നമുക്ക് പോയിട്ട് വെക്കാടി, നമുക്ക് ഗ്രാൻഡ് ഡെലിവറി നടത്താം പടക്കൊക്കെ പൊട്ടിച്ചിട്ട്. ഓക്കെ. അപ്പൊ ഞങ്ങള് മേടിക്കാൻ പറഞ്ഞു, ചേട്ടൻ സമ്മതിച്ചില്ല കേട്ടോ. മേടിക്കണ്ട, അവിടെ ഉള്ളിലിരിക്കുന്ന ഉള്ളി യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. ഇതെല്ലാം അവള് ഭയങ്കര ഹാപ്പി ആട്ടോ. അത് കണ്ടറിഞ്ഞൂടെ, കാരണം അതിന്റെ മുകളിൽ ഇരുന്നിട്ട് ഞാൻ എവിടെയെങ്കിലും അവളെ സപ്പോർട്ട് ഇതാ പോണു. ഫ്രണ്ടിക്കോ ചേട്ടൻ പറഞ്ഞല്ലോ ഇപ്പോഴും ഒരു ആട്ടുണ്ട് അവൾക്ക്. ചേട്ടൻ പറഞ്ഞല്ലോ അവള് കറക്റ്റ് ആയിട്ട് ഇരിക്കുന്ന അവൾക്ക് ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന ആട്ടുണ്ട്. ആ ഇന്നെ അതേപോലെ ഞങ്ങൾ ആദ്യം ചേട്ടന്റെ വീട്ടിൽ പോകുന്നത് ഞാൻ സാരി മടക്കി വെച്ചിട്ട് നല്ല സാരി ചിലപ്പോ കാത്തുമ്പോൾ മൂത്രം വെച്ച് പണി പാടും. അതായത് ഇതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇറക്കുന്നുണ്ട് കേട്ടാ. കാരണം ഞങ്ങള് ഒന്ന് പിന്നിക്കായിരുന്നു ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഷൂട്ടിന്റെ കാര്യത്തൊക്കെ ഭയങ്കര രണ്ടാളും, ഞാനും അവളും ഭയങ്കര ഉഴപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടാ. അപ്പൊ അതങ്ങ് ഞങ്ങൾ മാറ്റി അങ്ങ് പിടിച്ചു അല്ലേ പറഞ്ഞ. അടിപൊളി. എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ ബ്ലാക്ക് എനിക്ക് ഇഷ്ടം ചേട്ടയ്ക്ക് ബ്ലാക്ക് എടുത്തതാ. അപ്പൊ ഇനി പറയും എനിക്ക് അതുപോലെ ഒരു മഞ്ഞ ഉണ്ടായിരുന്നു അവിടെ, നല്ല ഇതായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് അതെടുക്കാടി, നമുക്ക് ഓർഡർ ചെയ്യാം. ഇൻസ്റ്റാ പേജ് ഉണ്ട് അവർക്ക്. എന്തായിരുന്നു പേര് പറഞ്ഞ? മറ്റേ ഒരു മഴ പെയ്ക്കുന്ന പടം എന്തായിരുന്നു? മുനിയുടെ യാഗം ചെയ്യാനായിട്ട്. പിടിച്ചു പിടിച്ചു പിടിച്ചു. പേര് ഞാൻ എന്തായാലും ഡിസ്കഷനിൽ ഇടാട്ടാ. കാരണം എല്ലാരും ഒന്ന് സാരിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് റേറ്റ് കുറവിലും പിന്നെ അതേപോലെ കുറെ ഓഫറുകളും കാര്യം ചേട്ടിട്ടുണ്ട്. അതേപോലെ ഒന്ന് കാത്തു ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ചേച്ചിന് കാര്യം മുന്നേ അറിയാം, ഞങ്ങള് കമ്പനി ആയിട്ടുള്ള തന്നെയാണ്. അപ്പൊ അവരെ കാര്യം നമുക്ക് മുന്നേ അറിയാം. പക്ഷെ അമ്മ അയ്യോ ഒരു രക്ഷയില്ലാട്ടാ. അമ്മേനെ കുറിച്ച് പറയുന്നെ വേണം. അമ്മ വേറെ ലെവലാണ്. അവരെല്ലാരും ഫുഡ് കഴിക്കുന്നപ്പോ ഞാൻ കാത്തുന് ഫുഡ് കൊടുത്തു. പിന്നെ കാത്തു വാശിയായപ്പോ എന്ത് ചെയ്തു, അവൻ ഫുഡ് കഴിച്ചിട്ട് അവൻ കാത്തുന് എടുത്തിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോഴേക്കും എല്ലാവരും കഴിച്ചിരുന്നു. അപ്പൊ അമ്മ എന്റെ അപ്പുറത്ത് വന്നിരുന്നിട്ട് എന്നോട് വർത്തനം പറയുന്നു ഞാൻ കഴിച്ച് തീരുന്നവരൊക്കെ. അതേപോലെ തന്നെ അച്ചാറ്, അമ്മയുടെ അച്ചാറ് ടൈമിൽ ചിക്കൻ കറിയൊക്കെ വെച്ച് എന്താ പറയാ നമ്മളെ സ്നേഹിക്കാൻ. അതേപോലെ കാത്തുനെ അച്ഛമ്മനെ വിളിച്ച് പഠിപ്പിച്ച് കുറെ വട്ടം എടുക്കാൻ നോക്കിട്ടാ. നമ്മളാരടുത്തും പോകുന്നില്ല, ചിരിക്കും. അച്ഛമ്മനെ കളിച്ചില്ല, അച്ഛമ്മന്ന് പറഞ്ഞാൽ ചിരിക്കും, പക്ഷെ അടുത്തേക്ക് പോകും അല്ലേ. ഇപ്പൊ 2 ദിവസമല്ല കുറച്ച് ദിവസമായില്ലേ ഞങ്ങൾ രണ്ടാളടുത്ത് മാത്രം പോണം, വേറെ ഒരാളടുത്തേക്ക് പോവാതെ. എല്ലാരും കൈ ഇങ്ങനെ കാണിക്കും, ചിരിക്ക മാത്രമേ ഉള്ളൂ. എല്ലാരോടും ചിരിച്ചു കളിക്കൊക്കെ ചെയ്യും. ഇങ്ങനെ ചിരിച്ച് ആന്നൊക്കെ ആക്കും, പക്ഷെ ആരും അടുത്തേക്ക് പോവില്ല. പറഞ്ഞൊന്നുമല്ല, അമ്മേരെയും അമ്മേരെ അനിയത്തി ഉണ്ടായിരുന്നു. ഒരാൾ കൂട്ടുകുടുംബത്തിന്റെ ഒത്തിരി ഉണ്ടാവും. ശരിക്കും അവിടെ നിന്ന് ടൈം പോകുന്നറിയില്ല. ചേട്ടൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വല്ല മൂഡ് ഓഫ് ഉണ്ടാകുമ്പോഴാ അല്ലെങ്കിൽ ഒരു നേരം പോലും വീട്ടിലിരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് പോരെ, നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 2 ദിവസം നിൽക്കാൻ വിളിച്ചിട്ടുണ്ട്. നേരം പോലെ ആണ് നിങ്ങൾക്ക് പോവാം, ചേട്ടാ അടിച്ചു പൊളിക്കണം. അവിടെ എന്തോ ഒരു ഉത്സവത്തിന്റെ ആയിട്ടൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ടൈമൊക്കെ നമുക്ക് പോകണം. അല്ല കാത്തുവാ, അപ്പൊ നീ നല്ല കുട്ടിയാവോ? അച്ഛമ്മയുടെ അടുത്ത് പോവോ? കാത്തു വണ്ടിന്ന് ഇറങ്ങില്ല. അച്ഛമ്മയുടെ അടുത്ത് പോവോ? നീ അച്ഛമ്മ കാണിച്ച അച്ഛമ്മയുടെ അടുത്ത് പോവോ? അങ്ങനെ അപ്പൊ അങ്ങനെയായിരുന്നു ഈ വിശേഷങ്ങള്. നമ്മൾ എത്രത്തോളം വീഡിയോ നമുക്ക് സ്കൂളിലൊന്നും എടുക്കാം, കാരണം മഴ ഗംഭീര സീനാട്ടാ. വരുമ്പോ ഭയങ്കര മഴയായിരുന്നു. എന്താ പറയാ, മൂത്രമൊഴിക്കാൻ പോലും നിർത്താൻ പറ്റിയില്ല. അതോ വഴി അത് പറയണോട്ടാ. നമുക്ക് ടോൾ അവിടെ വന്നത് ആകെ 70 രൂപയാട്ടാ. നമ്മുടെ തൃശ്ശൂർ പാലിയക്കര 90 രൂപ ടോള്. അതിനെക്കാട്ടി എന്തോ ഒരു അത് വഴി, അതാണ് വഴി. നമ്മളെ ബാംഗ്ലൂർ ഹൈവേ പോലെ അമ്മാതിരി ഹൈവേ, കിടുക്കാച്ചി റോഡായിരുന്നു. അപ്പോൾ ആ വഴിയായിരുന്നു ഞങ്ങൾ വന്നത്. നല്ല റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം കാറിൻ്റെ ഉള്ളിൽ അടിയിന്ന് പട്ടയെന്നും പറഞ്ഞിട്ട് പട്ട അടിക്കണ പോലത്തെ ഒരു ഒച്ച. നോക്കുമ്പോ എന്തോ കമ്പി കഷ്ണം എന്തോ കുടുങ്ങിയതാണ് ഈ വെള്ളത്തിന്റെ ഇതിലൊക്കെ. ഞാൻ താഴത്ത് കിടന്നിട്ടൊക്കെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്.
എനിക്കാണ് ഉണ്ണിയുള്ള എനിക്ക് ഇറങ്ങാൻ പഞ്ചറല്ല മനസ്സിലായി. പിന്നെ ഇതിന്റെ അടിയിൽ നിന്ന് എന്തോ ഒരു കമ്പി കഷ്ണം കുടുങ്ങിയിട്ട് ഈ നിലത്തടിക്കുക. പിന്നെ പോയിട്ടാ ടക്കേന്ന് പറഞ്ഞ ഒരു വീഴ്ച വീണ കിട്ടും. എന്തായാലും ഇനി സർവീസ് ആയിട്ടുണ്ട്. അപ്പൊ അറിയാം എന്തെങ്കിലും ഊരിപ്പോയതാണോ അല്ലെങ്കിൽ അന്ന് കേറിയതാണോ എന്നൊക്കെ. അയ്യോ ടാറ്റാ അയ്യോ 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 തിരിപ്പിക്ക. അവൾക്ക് ഇങ്ങനെ പറയണില്ലേ അവളെ ഭാഷയിൽ താങ്ക് യു മാമ. കൊറേ നേരം കളിപ്പിച്ചു കേട്ടെ. പക്ഷെ എന്താ ഞങ്ങൾ നേരം പോലെ അവിടേക്ക് ഒരു ദിവസം പോട്ടാ. ഇന്ന് ഞങ്ങള് അങ്ങനെ എന്താ പറയാ സ്കൂളും കാര്യം കാണാൻ പോയിട്ടാണ് ഞങ്ങൾ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് എത്തിയത്. അതുകൊണ്ട് പെട്ടെന്ന് പോരുകയും ചെയ്തു. ഞങ്ങൾക്ക് അവിടെ കുറച്ചേരം നിന്നെങ്കിൽ എന്താ ടൈം പോയത് അറിഞ്ഞില്ല. ഒരു ദിവസം നേരം പോലെ പോയി കുറേ നേരം നിൽക്കണം. അമ്മയുടെ ഫുഡ് അത് നല്ല കമ്പനി ആട്ടോ അമ്മ. എന്താ പറയുക നമ്മളെ ഇങ്ങനെ കുഞ്ഞു കുട്ടികളെ പോലെ കെയർ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്ക് ഒന്നാമത് പറ്റിയെന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ വഷളായിണ്ട് കേട്ടാ. ഇതാരാ മണി അടിക്കാണ്? പൂജാരി കുട്ടിയാ. അപ്പൊ നമ്മള് കുഞ്ഞു കുട്ടികളെ എന്റെ അടുത്ത് ഇരുന്നിട്ട് അത് കഴിക്കും ഇത് കഴിക്കുന്ന പറഞ്ഞ് എനിക്ക് എന്തൊക്കെയാ അടുത്ത് വന്നിരുന്നു വർത്താനൊക്കെ പറഞ്ഞു. പൂജാരി കേട്ടാ പൂജാരി. അതുപോലെ അമ്മയ്ക്ക് എത്ര പണി തിരക്കും കാര്യമുണ്ടെങ്കിലും നമ്മളൊക്കെ വന്നപ്പോ നമ്മുടെ അടുത്ത് വന്നിരുന്ന് കൊറേ നേരം വർത്താനം പറഞ്ഞു. ചായ ഉണ്ട്. എനിക്ക് അമ്മയുടെ ചായ ഭയങ്കര ഇഷ്ടമായിട്ട് ഏലക്കായൊക്കെ ഇട്ടിട്ട് അടിപൊളി ചായ ആയിരുന്നു. അങ്ങനെ എന്തായാലും അവിടെ എല്ലാവരും അടിപൊളിയാട്ടാ. അത് ഞങ്ങൾക്ക് എത്തിയത് എന്താ അറിയോ, മഴയായിരുന്നു. മഴയില്ലെങ്കിൽ കൂടി പെട്ടെന്ന് എത്തിയാനെ. ഇത് വഴി ഞങ്ങൾക്ക് അറിയാത്ത കാരണം ഞങ്ങൾ മെല്ലെ പോയത്. അത് പുഴയും റോഡൊക്കെ ഒരേപോലെ ആയി. പിന്നെ നമ്മളെ കാത്തു കളിച്ച ചേച്ചിണ്ട് മീറ്റന്റെ എന്റെ വഴി വന്നു. ആള് പിന്നെ കഞ്ഞി കുടിക്കാൻ പോയതാ. പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല. ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു പോയതാ. അവിടെ അവർ രണ്ടാൾ കാത്തും ചേച്ചിയും ഗംഭീര ഡ്രൈവിംഗ് ആയിരുന്നു. ബെല്ലും ബ്രേക്കൊന്നും ഇല്ല, ഇരുന്ന് പോവായിരുന്നു രണ്ടാളും കൂടിയിട്ട്. അപ്പൊ ഇന്നത്തെ ഇത് ഇത്രയ്ക്കുള്ളോട്ടോടെ ആശയത്തെ അലമ്പായി തുടങ്ങി. അപ്പൊ ബായ് പറയാ. ബായ് പറയാണോ കാത്തുവാ? ബായ് പറയ്. നിന്റെ വണ്ടി ഞാൻ കൊണ്ടോട്ടെ? കാത്തുവാ പോട്ടെ, വണ്ടിയായിട്ട് പോട്ടെ. അപ്പാ അത് മറ്റേ വണ്ടിയിൽ അവൾ ഇങ്ങനെ ഇരുന്നത്. അതേ ഇതിൽ തന്നെ അവൾ ഇപ്പോഴും ഇരിക്കണത് ഇട്ടാ. പൂജാരിക്കുട്ടിയെ അയ്യോ പൊളിക്കോ? അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അല്ലേ? ബൈ കാത്തുവാ. വണ്ടിയുടെ താക്കോലാണോ? അതെ വണ്ടിക്ക് താക്കോല് വേണ്ട, പൊക്കോ. ചേച്ചി ഗംഭീര നോട്ടാട്ടോ അവള്. അപ്പൊ ബൈ.